ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ പോണത് ഡൽഹി ആഗ്ര ഹൈവേയിലുള്ള സിക്കന്ദ്ര ഫോർട്ടിലേക്കാണ്. അക്ബറിൻ്റെ ലാസ്റ്റ് റെസ്റ്റിംഗ് പ്ലേസ് ആയിരുന്നു അത്. ഇതാണ് ഇവിടുത്തെ സ്മോൾ ഗേറ്റ്. ഉയരമുള്ള ആൾക്കാരൊക്കെ ഇതിലൂടെ കുനിഞ്ഞു വേണം പ്രവേശിക്കാൻ. 1602 അക്ബർ തുടങ്ങി വെച്ചുവെങ്കിലും 1613 അത് പൂർത്തീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ ജഹാംഗീറാണ്. റെഡ് സാൻഡ് സ്റ്റോൺസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വെച്ചതേ കുറേ നല്ല ഫോട്ടോസൊക്കെ ഞങ്ങളുടെ ഗൈഡ് എടുത്ത് തന്നതായിരുന്നു കേട്ടോ. അമ്മൂൻ്റെയും കുഞ്ഞുൻ്റെയൊക്കെ സ്റ്റൈൽ കാണാനില്ലേ? ഓഫ്, എന്താ കുഞ്ഞുൻ്റെ സ്റ്റൈൽ അല്ലേ? ഹിന്ദു ഡിസൈനിൽ നിർമ്മിച്ചതാണിത്. അതുകൊണ്ട് തന്നെ ഡോം കാണാനില്ല. റെഡ് സ്റ്റോണിനൊപ്പം തന്നെ വൈറ്റ് സ്റ്റോൺസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വൈറ്റ് സ്റ്റോൺസ് മെഖ്രാന എന്ന രാജസ്ഥാനിലെ സ്ഥലത്ത് നിന്നും കൊണ്ടുവന്നതാണ്. അക്ബറിന് റെഡ് സ്റ്റോണാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. ടോട്ടൽ 123 ഏക്കേഴ്സാണ് ഇതുള്ളത്. 4 സൈഡ്സും സിമ്മെട്രിക്കലാണ്. 4 എൻട്രൻസ് ഉണ്ട്: നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഈ ഗേറ്റ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഡമ്മി ഗേറ്റ് ആണ്. ഈ എൻട്രൻസ് ഗേറ്റിനെ ജഹാംഗീർ ഗേറ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതിനുള്ളിൽ 4 ഗാർഡൻ ഉണ്ട്. അത് 100 ഏക്കേഴ്സ് ഉണ്ട്. ആ കാണുന്നതാണ് സോൾജിയേഴ്സിന് താമസിക്കാനുള്ള സ്ഥലം. ഇതിനുള്ളിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ഇത്രേ. അത് ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ഈ 2 സൈഡിലേക്കും വെള്ളം പോകും. അത് ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇവിടെ നിന്നും ഞങ്ങൾ വീണ്ടും ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഗൈഡ് നല്ലൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ താജ്മഹലിൻ്റെയൊക്കെ മുമ്പിൽ എടുക്കുന്ന ഫോട്ടോ പോലെ കുറേ പോസസ് പറഞ്ഞു തന്നു. അതിനനുസരിച്ച് ഞങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു നാച്ചുറൽ വാട്ടർ ഫൗണ്ടനാണ്. മുകളിലെ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് വെള്ളം വീണാണ് ഫൗണ്ടൻ ഉണ്ടാവുന്നത്. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഓയിൽ ലാമ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവരുടെ ഒരു ടെക്നിക്കാണ്, ഇതിനുള്ളിൽ കൂടെ ഫോട്ടോ എടുക്കൽ. ഞങ്ങൾ ഈ ഉള്ളിലേക്ക് കിടന്ന് ഈ കാണുന്ന ഗോൾഡൻ കളേഴ്സ് എല്ലാം ഒറിജിനൽ ഗോൾഡായിരുന്നു ഇത്രേ. പിന്നീട് ബ്രിട്ടീഷുകാർ നിന്ന് നശിപ്പിക്കാനായിട്ട് ഫയർ ഇട്ടപ്പോൾ കുറേയൊക്കെ കത്തിപ്പോയി. പിന്നീട് ജഹാംഗീർ പല ഭാഗങ്ങളിലും ഗോൾഡ് പൂശി. ഇതാണ് അക്ബറിൻ്റെ ശവകുടീരം. സിംഗിൾ സ്റ്റോണിലാണ് ഇത് പണിതിരിക്കുന്നത്. പണ്ട് വെളിച്ചത്തിന് ഇതുപോലത്തെ ഓയിൽ ലാംപ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ ജനലിൽ കൂടി സൂര്യപ്രകാശം ഈ ഭിത്തിയിൽ തട്ടി ഉണ്ടാവുന്ന വെളിച്ചമാണ് പകൽ സമയത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാ പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? കണ്ടോ, ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണേ. ഈ തൂൺ നോക്കൂ, ശരിക്കും നടുക്കിലൊരു ഗ്രൂവ് ഇല്ലല്ലോ. പക്ഷേ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം നമുക്കൊരു ഗ്രൂവ് ഉള്ളതായിട്ട് തോന്നുവാണ്. ഈ തൊട്ടടുത്തായി കാണുന്നത് ഫാമിലി ബെറിയൽ ഹൗസാണ്. ലേഡീസിൻ്റെ ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കുട്ടികളുടെ ഉണ്ടാവുക. കുട്ടികൾക്ക് പേടിയാവാതിരിക്കാനാണെന്നാണ് പറയുന്നത്. ഉയരമുള്ളത് ആണുങ്ങളുടേതാണ്. ഫാമിലീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഈ ക്ലാപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും കേൾക്കാൻ പറ്റുക. അപ്പോൾ കോമൺ ആയിട്ട് ആരെയെങ്കിലും അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസിൽ നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം നീങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത് സ്റ്റൈലിഷ് ധ്വനിയുടെ സ്ലോ മോഷൻ വീഡിയോ ആണേ. വാവ്, നമ്മുടെ ആ ഫോട്ടോഗ്രാഫറിൻ്റെ അല്ലെങ്കിൽ ഗൈഡിൻ്റെ നിർബന്ധപ്രകാരം ഞങ്ങളൊരു ട്രയൽ നോക്കി. പക്ഷെ തീരെ ശരിയായിട്ടില്ല എന്നാണ് അമ്മൂൻ്റെ അഭിപ്രായം. ഓക്കെ, ഇവിടുത്തെ ചുവരുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ ചുവരുകൾക്കും കാതുണ്ടെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ചുവരിൽ നിന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡയഗണലായിട്ടുള്ള അപ്പുറത്തെ സൈഡിൽ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഈ ഒരു സിമ്മെട്രി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പുറത്തുള്ള വ്യൂ ആണ്.
ഓക്കെ ബൈ.